ഈ പോലീസ് സ്റ്റേഷനിലുള്ള ഏറ്റവും വലിയ പരാതി വരുന്നത് പലപ്പോഴും ഒരു പരാതി കൊടുത്തിട്ട് പരിഹാരം ഉണ്ടാവുന്നില്ല. ഈ ആളുകൾ വീണ്ടും വീണ്ടും ഈ പരാതിയുടെ പുറകെ നടക്കും. അപ്പം പരാതി ഒരു മാസത്തിൽ എത്ര പരാതി കിട്ടി? അപ്പൊ DGPക്ക് അറിയാൻ പറ്റും. തന്റെ ഓഫീസിൽ ഇരുന്നാൽ അദ്ദേഹത്തിന് അറിയാൻ കഴിയും എത്ര FIR ഇട്ടു, എത്ര എണ്ണം തീർപ്പ് കൽപ്പിക്കുന്നു. അതാണ് പ്രധാനം. എത്ര എണ്ണം തീർപ്പ് കൽപ്പിക്കുന്നു, തീർപ്പ് കൽപ്പിക്കാത്തത് എന്തുകൊണ്ട്? ഇതൊരു ചോദ്യം ഉണ്ടായി കഴിഞ്ഞാൽ തന്നെ സ്പീഡി ഡിസിഷൻസ് ഉണ്ടാകും. അപ്പൊ അതിനുള്ള സംവിധാനം കൂടി ഇതിലൂടെ ഉണ്ടാകും. ആളുകൾ, സാധാരണ ജനങ്ങൾ ഒരു പോലീസ് സ്റ്റേഷനിൽ പരാതിയുമായി ചെന്നു കഴിഞ്ഞാൽ അവർ ആ പരാതികൾ പരിഹരിക്കാനുള്ള നടപടികൾ ഉണ്ടാകുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. അതിനുള്ള പ്രത്യേക സംവിധാനം ഉണ്ടാകും. ഒക്ടോബർ 2 മന്ത്രിയുടെ ഓഫീസ് പൂർണ്ണമായും ഹൈടെക് ആക്കാൻ തീരുമാനിച്ചിട്ടുണ്ട്. എനിക്ക് കിട്ടുന്ന പരാതികൾ കൃത്യമായി അതിന് പരിശോധിച്ച് തീരുമാനമെടുക്കാനും അത് ആളുകളെ അറിയിക്കാനുമുള്ളൊരു നൂതന സംവിധാനം കൂടി, അത് ഞാൻ പിന്നീട് നിങ്ങളോട് പറയാം, ഒരു നൂതന സംവിധാനം കൂടി ഒക്ടോബർ 2 നിലവിൽ വരാൻ പോവുകയാണ്. കാരണം നമുക്കൊരു പരാതി തന്നിട്ട് പിന്നെയും വരുന്ന ആളുകൾ എന്താ പറയുന്നത്? സാർ, അന്ന് ഞാൻ പരാതി തന്നിരുന്നു, ഒന്നും ആയില്ല. അപ്പം ആളുകൾ, പൊതുജനങ്ങൾക്ക് പരാതി നൽകിയാൽ അവർക്ക് സേവനം ലഭ്യമാക്കാൻ കഴിയുന്ന സാഹചര്യങ്ങൾ ഉണ്ടാക്കുക. ചിലതിന് നമുക്ക് സാഹചര്യം ഉണ്ടാക്കാൻ പറ്റില്ല, കാരണം കോടതി കിടക്കുന്നതായിരിക്കും, പലതരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ടാകും. പക്ഷെ പരാതി തരുന്ന ആളുകൾക്ക് യഥാർത്ഥത്തിലുള്ള പരാതി സോൾവ് ചെയ്ത് അവരെ അറിയിക്കുക എന്നുള്ളത് ഒരു ജനാധിപത്യത്തിലെ ഒരു പ്രധാനപ്പെട്ട ഘടകമാണ്. ഗ്രീവൻസസ് റിഡ്രസൽ, അത് പോലീസ് സ്റ്റേഷൻ മുതൽ ആഭ്യന്തരമന്ത്രി വരെയുള്ള ഓഫീസുകളിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഘടകമായി മൈ പോലീസ് സ്റ്റേഷനിൽ എന്ന പുതിയ നമ്മുടെ ഈ പ്രോജക്റ്റിൽ ഉൾപ്പെടുന്ന ഒരു കാര്യമാണ്. എങ്കിൽ മാത്രമേ പോലീസ് സ്റ്റേഷനെ പറ്റിയുള്ള പോലീസിലുള്ള ജനങ്ങളുടെ വിശ്വാസം ശരിയാവുകയുള്ളൂ, പോലീസിന്റെ പ്രവർത്തനം കാര്യക്ഷമമാവുകയുള്ളൂ. അതോടൊപ്പം തന്നെ അതിനു വേണ്ടിയിട്ടുള്ള പ്രത്യേക ട്രെയിനിങ് ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ്.